പ്രിയപ്പെട്ടവരെ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ കോളേജ് റേഡിയോ സാരംഗിയിലേക്ക് സ്വാഗതം. ഞാൻ അസ്ലമിയ, BA ജേർണലിസം ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ് ഞങ്ങളിവിടെ പറയാൻ പോകുന്നത് റിലേഷൻഷിപ്പിലെ പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായ സൗഹൃദ ബന്ധങ്ങളെ കുറിച്ചാണ്. വ്യക്തികൾ തമ്മിലുള്ള ഊഷ്മള ബന്ധത്തെയാണ് സൗഹൃദം എന്ന് വിളിക്കാറുള്ളത്. ഒരു സാമൂഹ്യ ജീവി എന്ന നിലക്ക് മനുഷ്യന് നല്ല സൗഹൃദ ബന്ധങ്ങൾ ജീവിതത്തിന് സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. കൊച്ചുകുട്ടികളിൽ നിന്ന് തുടങ്ങി വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്നവർക്ക് വരെ സുഹൃത്തു ബന്ധങ്ങൾ ഒഴിച്ചുകൂടാനാവാത്തത് അതുകൊണ്ടാണ്. കണ്ടുമുട്ടാൻ എന്തേ ഇത്ര വൈകിയെന്ന് പലവട്ടം ചിന്തിപ്പിച്ച ചില കൂട്ടുകെട്ടുകളുണ്ട്. കൂടാതെ ജീവിതത്തിൽ എന്താണ് ലക്ഷ്യമെന്ന് നമ്മളെ പരിചയപ്പെടുത്തിയവരുമുണ്ട്. അത്തരം ചെങ്ങായിമാരെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ജീവിതത്തിലെ ഓരോ മധുര നിമിഷങ്ങളിലും പലപ്പോഴും കാരണമാകാറുള്ളത് നമ്മൾ സുഹൃത്തുക്കളാണ്. സന്തോഷങ്ങളിലും വിഷമങ്ങളിലും ഒരുപോലെ ചേക്കേറിയവർ, കണ്ണുകളിൽ നോക്കി ഹൃദയമിടിപ്പിൻ താളവസന്തം തിരിച്ചറിയാൻ കഴിവുള്ളവർ, മുഖം മനസ്സിൻ കണ്ണാടിയാണെങ്കിൽ ആ കണ്ണാടിയിൽ ചന്തം നോക്കാനും ചിലർ വേണം. ജീവിതമെന്ന ആയക്കടലിൽ നീന്തി കടക്കുമ്പോഴും നമുക്ക് തുണയായവർ, ജീവിതത്തിലെ സുന്ദര നിമിഷങ്ങളിൽ സന്തോഷത്തോടെ താലോലിച്ചവർ, ജനനത്തിനും മരണത്തിനുമിടയിൽ എൻ്റേതെന്ന് പറഞ്ഞ് ചേർത്തു പിടിക്കാൻ കഴിയുന്ന ചിലർ. മുഖം നോക്കി മനസ്സ് വായിക്കാൻ കഴിവുള്ളവരാണ് നമ്മുടെ സമ്പാദ്യം. അതിലും മഹത്തായ ഒന്നും ഇല്ല. ഇവിടെ ഞാൻ മാത്രമല്ല, എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. അവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് കേട്ടാലോ. ഞാൻ ഹന്ന. അസ്ലമിയ പറഞ്ഞതുപോലെ സൗഹൃദ ബന്ധം ഏറ്റവും മനോഹരവും ഒഴിച്ചുകൂടാനാവാത്തതുമാണ്. കർമ്മബന്ധം കൊണ്ട് രക്തബന്ധത്തിന് ഒപ്പമെത്തുന്ന ചില സൗഹൃദങ്ങളുണ്ട്. യഥാർത്ഥ സൗഹൃദത്തിന് ദേശമില്ല, ഭാഷയില്ല, മതമില്ല, ജാതിയില്ല. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത ബന്ധങ്ങളിൽ ഒന്നാണ് സൗഹൃദം. നല്ല സൗഹൃദങ്ങളെ വിവരിക്കാൻ വാക്കുകൾ പോരാതെ വരും. ഓരോ വ്യക്തിയുടെയും ജീവിതം തന്നെ താങ്ങി നിർത്തുന്ന തൂണുകളിൽ ഒന്നാണ് നല്ല സൗഹൃദം. കണ്ടുമുട്ടാൻ എന്തേ ഇത്ര വൈകിയെന്ന് പലവട്ടം ചിന്തിപ്പിച്ച ചില കൂട്ടുകെട്ടുകളുണ്ട് ജീവിതത്തിൽ. പ്രണയമാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞു നടക്കുന്നവർ സൗഹൃദത്തിന്റെ വില എന്താണെന്ന് അറിയാത്തവരാകും. എന്നാൽ പല ബെസ്റ്റ് ഫ്രണ്ട്സും പിന്നീട് ജസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. നല്ല സൗഹൃദങ്ങൾ സുഗന്ധം പരത്തുന്ന പൂക്കൾ പോലെയാണ്. കുഴിഞ്ഞു വീണാലും അതിന്റെ സുഗന്ധം അവിടെ തന്നെ ഉണ്ടാകും. സൗഹൃദം എന്നത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നതല്ല, അത് മനസ്സിൽ നിന്നും ഉണ്ടാവുന്നതാണ്. വർഷത്തിൽ ഒരിക്കൽ വരുന്ന സൗഹൃദ ദിനത്തിൽ മാത്രം പുതുക്കുന്ന ചില സൗഹൃദങ്ങളുണ്ട്. പണ്ടൊക്കെ ഗ്രീറ്റിംഗ് കാർഡിലും പോസ്റ്റലായും അയച്ചിരുന്ന സൗഹൃദ ദിന സന്ദേശങ്ങൾ ഇന്ന് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലുമായി തീർന്നു. എല്ലാവർക്കും ധാരാളം സുഹൃത്തുക്കളും നല്ല നല്ല അനുഭവങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അച്ഛനേക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടാലോ. ഞാൻ അർച്ചന. നിങ്ങൾക്ക് കേട്ടിട്ടില്ലേ പണ്ട് ഏതോ മഹാൻ എപ്പോഴോ പറഞ്ഞ വാക്കുകൾ? സൗഹൃദത്തിന്റെ ചില്ലയിലാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ പൂത്തത്. ജീവിതത്തിൽ മോശം കാലഘട്ടം എല്ലാവർക്കും. ആ സമയത്തൊന്ന് ആശ്വസിപ്പിക്കാനും ഒന്ന് കൂടെ നിൽക്കാനും ഒരാളുണ്ടായിരുന്നെങ്കിലെന്ന് എല്ലാവരും ആഗ്രഹിക്കും. അങ്ങനെ ഒരു സ്നേഹബന്ധം ലഭിക്കുന്നത് പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നായിരിക്കും. നല്ല ബന്ധങ്ങൾക്ക് എപ്പോഴും മനസ്സിന് കുളിർമ നൽകുകയും ആശ്വാസം നൽകുകയും ചെയ്യുന്നു. ഒരു തെറ്റ് കണ്ടാൽ വിട്ടുപിരിയുന്നതല്ല സൗഹൃദം, ആ തെറ്റ് തിരുത്തി കൂടെ നിൽക്കുന്നതാണ് സൗഹൃദം. പരസ്പരം ആത്മാർത്ഥമായി കരുതുകയും പിന്താങ്ങുകയും ചെയ്യുന്ന രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിലുള്ള ആഴമേറിയതും അർത്ഥവത്തായ ഒരു ബന്ധമാണ് സൗഹൃദം. അത് കേവലം പരിചയപ്പെടലിനപ്പുറം വിശ്വാസവും ഒരു വിശ്വസ്തതയും ഒരു ധാരണയും ഒരു പരസ്പര സ്നേഹം ഉൾക്കൊള്ളുന്നുണ്ട്. പങ്കിട്ട് അനുഭവങ്ങളെയും പൊതു താല്പര്യങ്ങളെയും മറ്റ് വ്യക്തികളുടെ സന്തോഷങ്ങളെയും സംതൃപ്തിയുമായി കാണാനുള്ള യഥാർത്ഥ ആഗ്രഹം എന്നിവയിൽ നിന്നാണ് യഥാർത്ഥ സൗഹൃദം കെട്ടിപ്പടുക്കുന്നത്. നല്ല സൗഹൃദം എന്ന് പറയുന്നത് നല്ലൊരു പുസ്തകത്തെ പോലെ മനോഹരമായി തോന്നാറുണ്ട്. പുസ്തകത്തിന്റെ കവർ പേജ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പ്രചോദിപ്പിക്കുന്ന സുഹൃത്തിന്റെ പുഞ്ചിരിയെ സൂചിപ്പിക്കുന്നു. കവർ പേജ് ഒരു പുസ്തകത്തിൽ അതുപോലെ തന്നെ നമ്മുടെ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും പുഞ്ചിരിയോടെ സമീപിക്കുന്ന ഒരു സുഹൃത്തിനെ ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ പുസ്തകത്തിന്റെ കുസൃതിത്തരങ്ങളെയും പരിഭവങ്ങളെയും സന്തോഷങ്ങളായി തീരുന്ന നിറമുള്ള ഓർമ്മകളെയും സമീപിക്കുന്ന ഒന്നാണ്. കാലങ്ങളോളം മറക്കാത്ത മനസ്സിലെ ഓർമ്മകളിലൂടെയാണ് ഓരോ നാളുകളും നാം വായിച്ചു പോകുന്നത്. ഒപ്പം കൂടിയാണ് എപ്പോഴാണെന്നറിയില്ല, പക്ഷെ ഓർക്കാൻ ഇഷ്ടമുള്ള ഓർമ്മകളിലൊക്കെയും ഒപ്പമുണ്ടാകും. സുഹൃത്തൊരു തണലാണ്.
വേദനയുടെ ലോകത്ത് എല്ലാം മറക്കുന്നൊരു തണൽ. ഐ ലവ് യു, ഐ മിസ് യു എന്നൊക്കെ പറയാൻ കേൾക്കാനും ഒക്കെ പ്രണയം വേണമെന്നില്ല. നമ്മളെ മനസ്സിലാക്കുന്ന ഒരു സുഹൃത്തുണ്ടായാൽ മതി. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവരുടെ പ്രശ്നമായി എടുത്തു വെക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്ത്. എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അവർ നിങ്ങളെ ഒരിക്കലും തനിച്ചാക്കി പോകില്ല. അത്രയും മനോഹരമാണ് ആ സൗഹൃദം. ചിലപ്പോഴെങ്കിലും വേദനിപ്പിക്കുകയും വലിച്ചെറിയുകയും ചെയ്യുന്ന ജീവിതാവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടാവും ആ സുഹൃത്തുക്കൾ. എല്ലാവർക്കും നല്ലൊരു സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാകാൻ ആശംസിക്കുന്നു. ഇതിനെക്കുറിച്ച് കരുൺ എന്താ പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ഹലോ ഗൈസ്, ഞാൻ കരുൺ. എനിക്ക് ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് മറക്കാനാവാത്ത സൗഹൃദ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളുടെ സ്വഭാവ രൂപീകരണത്തിന് സൗഹൃദ ബന്ധങ്ങൾ നന്നായി സ്വാധീനിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും പഠിക്കുന്നത് അവൻ്റെ സൗഹൃദ ബന്ധങ്ങളിലൂടെയാണ്. നല്ല സൗഹൃദത്തിലൂടെ ജീവിച്ചു വന്ന വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആ സൗഹൃദത്തിൻ്റെ മര്യാദകൾ നമുക്ക് കാണാൻ സാധിക്കും. സാമൂഹികമായിട്ട് നന്നായിട്ട് ഇടപഴകാൻ കഴിയുന്ന വ്യക്തിക്ക് ഒരുപാട് നല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. കുറേ നല്ല സൗഹൃദങ്ങൾ അദ്ദേഹത്തിൻ്റെ സാമൂഹികമായി ഇടപഴകാനുള്ള കഴിവിനെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. പിന്നെ ചീത്ത സൗഹൃദങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തെ സാരമായി അല്ലാണ്ട് നന്നായി തന്നെ ബാധിക്കുന്നതാണ്. ഒരുപാട് ചീത്ത സൗഹൃദ കൂട്ടത്തിനിടയിൽ ഒരു വ്യക്തി നല്ലതായിട്ടുണ്ടെങ്കിൽ ആ സൗഹൃദത്തെ തന്നെ നന്നാക്കി നയിക്കാനും അവരുടെ തെറ്റുകൾ തിരുത്താനും ആ വ്യക്തിക്ക് സാധിക്കുന്നതാണ്. നമ്മൾക്കെല്ലാം ഓരോ സൗഹൃദം ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും അതാണ് നമ്മുടെ ജീവിതത്തിലെ അവസാനം വരെ നിലനിൽക്കാൻ പോകുന്ന സൗഹൃദവും ഏറ്റവും കടുത്ത സൗഹൃദവും എന്ന്. പക്ഷേ അതൊക്കെ വെറുതെയാണ്. കാരണം ജീവിതത്തിൻ്റെ യാത്രയിൽ നമുക്ക് പല സൗഹൃദങ്ങൾ കിട്ടിക്കൊണ്ടും പോയിക്കൊണ്ടേയിരിക്കും. ചിലവരെ നമ്മൾക്ക് പിന്നീട് കാണുമ്പോൾ തന്നെ അവരെ മനസ്സിലാക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ വരെ നമ്മൾ ചിലപ്പോൾ ആയിട്ട് കാണും. അങ്ങനെ ലാസ്റ്റ് ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങളും കൂട്ടിമുട്ടിക്കാനുള്ള തിരക്കിൽ നമ്മൾ നമ്മുടെ സൗഹൃദ ബന്ധങ്ങളെ മറന്നിട്ട് നമുക്ക് സൗഹൃദങ്ങൾ ചിലപ്പോൾ ഇല്ലാണ്ടായി കാണും. ഇതാണ് എൻ്റെ സൗഹൃദ ബന്ധത്തെ പറ്റിയുള്ള ചെറിയ അറിവിൽ നിന്നുള്ള ചെറിയ കാര്യങ്ങൾ. എല്ലാവരും മാക്സിമം സൗഹൃദ ബന്ധങ്ങൾ കൂട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുക. ഇനി ഒരുപാട് സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്താനും ശ്രമിക്കുക. അങ്ങനെ നല്ല സൗഹൃദ നിമിഷങ്ങൾ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.